വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ തന്നെ പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് വഴി ഫണ്ട് കിട്ടും എന്നുള്ളത്. നിങ്ങൾ ഇതിന് ശ്രമിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ പറഞ്ഞത് കേട്ടു, ജസ്റ്റ് സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. ഇറ്റ്സ് ജസ്റ്റ് എ വേസ്റ്റ് ഓഫ് യർ ടൈം. ഞാനത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു ഫൗണ്ടർ, എനിക്ക് പേഴ്സണലി അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം ഈ സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ടിന് വേണ്ടി അപ്ലൈ ചെയ്തു, ഇന്റർവ്യൂസ് ഒക്കെ പാസ്സായി, ഇതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇദ്ദേഹത്തിന് പ്രത്യേകിച്ച് യാതൊരു അറിയിപ്പും കിട്ടുന്നില്ല, ഫണ്ട്സും വരുന്നില്ല. ലാസ്റ്റ് ഇൻക്യുബേറ്ററിനെ ഇദ്ദേഹം കോൺടാക്ട് ചെയ്ത സമയത്ത് അവർ അദ്ദേഹത്തിനോട് പറയുന്നത് എന്താണെന്നറിയോ? ഞങ്ങളുടെ കയ്യിൽ ആക്ച്വലി ഫണ്ട് ഇല്ല, വി ഹാവ് എ ലോങ് ലിസ്റ്റ് ഓഫ് പീപ്പിൾ വെയിറ്റിംഗ് ഫോർ ദ ഫണ്ട്സ് എന്ന്. ആലോചിച്ച് നോക്കിക്കേ, അവർക്ക് നിങ്ങളെ ചൂസ് ചെയ്യാനുള്ള പവർ ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് തരാനായിട്ട് അവരുടെ കയ്യിൽ ഫണ്ടില്ല. ഇതാണ് ബേസിക്കലി അവർ പറയുന്ന കാര്യം. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രഹസനം നിങ്ങൾ നടത്തുന്നത് എന്നാണ് എനിക്ക് അവരോട് ചോദിക്കാനുള്ളത്. ഈ ഇൻക്യുബേറ്റേഴ്സിന് നല്ല പി ആർ വാല്യൂ കിട്ടുന്നുണ്ട് ഇതിൽ കൂടെ. അതേപോലെ തന്നെ ഗവൺമെന്റിന്റെ കുറെ മെട്രിക്സ് ഉണ്ട് ഈ ഇൻക്യുബേറ്റേഴ്സിന്. ഇതെല്ലാം ഇവർ മീറ്റ് ചെയ്ത് പോകാനായിട്ട് ഇവർക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ ഇല്ലാത്ത ക്യാഷ് തരുമെന്ന് പറഞ്ഞ് വിന്നേഴ്സിന്റെ ഒരു ലോങ് ലിസ്റ്റ് ആണ് ഇവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്ത് കാര്യത്തിന്? ബേസിക്കലി ഈ പറയുന്ന ഫൗണ്ടറിന് ഇതിന് അപ്ലൈ ചെയ്തും ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തും ഒക്കെ സമയം ഒരുപാട് പോയി. അറ്റ് ദ സെയിം ടൈം ഇവർക്ക് ഇവരുടെ ബിസിനസ് ബിൽഡ് ചെയ്യാനുള്ള ക്യാപിറ്റൽ ഉണ്ടാക്കാനായിട്ട് സാധിച്ചതുമില്ല. നിങ്ങളും ഇതുപോലെ ഇൻക്യുബേറ്റേഴ്സിന്റെ സൈഡിൽ നിന്ന് ഫണ്ട് കിട്ടും എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകളാണ് എങ്കിൽ, നിങ്ങൾ വിന്നേഴ്സ് ആയിട്ടും നിങ്ങൾക്ക് അപ്രൂവ് ആയി കിട്ടിയ ഫണ്ടിന്റെ കാര്യം പറയുന്നത്, ജസ്റ്റ് വേക്ക് അപ്പ് മാൻ, ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു കം. സി, യു ആർ ബീയിങ് ഗോസ്റ്റഡ് ബൈ എ സിസ്റ്റം ദാറ്റ് വാസ് നെവർ ബിൽഡ് ടു ഹെൽപ്പ് യു. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്കും ഇതുപോലെ ഫൗണ്ടേഴ്സിനെ പറ്റിച്ച് പുട്ടടിക്കുന്ന ഏതെങ്കിലും ഇൻക്യുബേറ്റേഴ്സിനെ അറിയാമെങ്കിൽ കമന്റ് ദെയർ നെയിംസ്, സ്റ്റാർട്ട് എക്സ്പോസിംഗ് ദം.